أعوذ بالله من الشيطان الرجيم. അവർക്ക് ദീൻ പറഞ്ഞു കൊടുക്കേണ്ട നമ്മൾ അവരെ തെറ്റിലേക്ക് വിളിച്ചാൽ, ഒരു മോശമായ വസ്ത്രം ധരിച്ചു വരുന്ന ഒരു പെണ്ണ്, നമുക്ക് അവളോടും ദീൻ പറയാം, അവളോടും നമുക്ക് ദീൻ പറയാം. രണ്ട് കാര്യങ്ങൾ സൂക്ഷിച്ചാൽ: ഒന്ന്, കടുത്ത ശബ്ദത്തിൽ; രണ്ട്, കണ്ണ് താഴ്ത്തി. നല്ല പഞ്ചാര സ്റ്റൈലിൽ വർത്തമാനം പറഞ്ഞാൽ ഓട് നാളെ വിളിക്കും, എന്നിട്ട് ദീൻ പറയാനുണ്ടോ? അല്ലേ? കടുത്ത ശബ്ദത്തിൽ, കണ്ണുകളെ താഴ്ത്തി. കോഴിക്കോട് മെഡിക്കൽ കോളേജ് നമ്മുടെ ചങ്ങായി ഡോക്ടർ അഫ്സൽ, അറിയാമോ? തബ്ലീഗിൻ്റെ ആളാണ്, നല്ല താഴേക്ക് മാഷ, നല്ല ആദർശമുള്ള ആളാണ്. ഒരു പെണ്ണ് മുസ്ലിമായി, ഒരു മെഡിക്കൽ സ്റ്റുഡൻസ്. കാരണം എന്താ, ഈ ചങ്ങായി ഈ പെണ്ണിവനോട് ഒരുപാട് സംശയങ്ങൾ ചോദിക്കും. ഒരേ ക്ലാസ്മേറ്റ്, ഇവനോട് മുഖത്ത് നോക്കും, ഇവനോട് മുഖത്ത് ഇന്ന് വരെ നോക്കി, എന്നോട് പറഞ്ഞു ഇന്ന് വരെ നോക്കി. ഈ പെണ്ണി ചോദിച്ചു, എന്നെ നീ എന്താ എന്നെ നോക്കുന്നത്, നീ എന്താ എന്നെ നോക്കാത്ത, ഞാൻ നീ തെറ്റ് ചെയ്തു, എന്നോട് വെറുപ്പുണ്ടോ? നമ്മളൊരു വെറുപ്പില്ല, നീ എന്നോടൊന്നും ചെയ്തിട്ടില്ല, നീ എൻ്റെ ഒരു ക്ലാസ്മേറ്റാണ്, ഒരു പ്രശ്നമില്ല, പക്ഷേ എൻ്റെ മതം എന്നെ അനുവദിക്കുന്നില്ല. ഏതാണപ്പോൾ ഒരു മതം? ഇത്രയും നല്ല പെണ്ണ് മുമ്പിൽ വന്ന് നിന്നിട്ട് മുഖം നോക്കാണ്ടെന്ന് പറയുന്ന മതം അവൾ പഠിച്ചു. വളരെ ആ മുഖം മറച്ചു കളയുന്ന പെണ്ണായി. കാരണം ഇയാൾ അള്ളാന്റെ ഒരു കൽപ്പന പാലിച്ചു. എന്താ കൽപ്പന? കുല്ലിൽ മുഅ്മിനീന യഗുദ്ദൂ മിൻ അബ്സാരിഹിം. നബിയെ, മുഅ്മിനീങ്ങളായ ആണുങ്ങളോട് പറയുക, അന്യ പെണ്ണിന്റെ മുമ്പിൽ അവർ കണ്ണുകളെ താഴ്ത്തിക്കൊള്ളട്ടെ. ഒരുത്തൻ അള്ളാന്റെ കൽപ്പന അനുസരിച്ചു, അപ്പുറത്ത് ഒരു പെണ്ണിന് ഹിദായത്തിൽ രക്ഷപ്പെട്ടില്ലേ? ലാ യഹ്ദിയല്ലാഹു ബിക റജുലൻ വാഹിദ ഖൈറുൻ ലക മിനദ് ദുനിയ വമാ ഫീഹാ. അലി, മരുമകൻ റസൂലുള്ളാഹി തങ്ങളുടെ ചുമലിങ്ങനെ അടിച്ചിട്ട് പറഞ്ഞു, അലി, നിന്നെ കൊണ്ട് ഒരാൾ ഹിദായത്തിലായാൽ നിനക്ക് ഈ ദുനിയാവും അതിലുള്ള സർവ്വതും കിട്ടുന്നതിനേക്കാൾ നല്ലത് അതാണ്. നമുക്ക് എന്ത് അനുവാദമുണ്ട് ആ പെണ്ണിൻ്റെ മുഖത്ത് പോകാം? ശരി, നിങ്ങൾ കോളേജിൽ പഠിക്കുന്ന കുട്ടികൾ, ഒരേ ക്ലാസ്സിലുള്ളവർ, സംശയങ്ങൾ പങ്കുവെക്കാം, പഠിക്കുന്ന വിഷയങ്ങൾ പരസ്പരം ചോദിച്ച് മനസ്സിലാക്കാം, ഇതൊന്നും തെറ്റില്ല. പക്ഷേ രണ്ട് ശബ്ദം ഓളിങ്ങനെ ചോദിക്കുന്നുണ്ടാവും, നമ്മൾ കേൾക്കുന്നുണ്ടാവും, പക്ഷെ കാണുന്നുണ്ടാവും. അതുപോലെ കണ്ണുകളെ സൂക്ഷിക്കുക. രണ്ട്, അവരോടൊരിക്കലും പഞ്ചാര വർത്തമാനം പറയാൻ പാടില്ല. കടുത്ത ഭാഷ, ആണിൻ്റെ ഭാഷ. ആണാര്? ഈ ആണ് നമ്മൾ ഡോക്ടർ പറഞ്ഞു, ആണ് നമ്മളെന്താ സംഭവം? ഉപ്പാന്റെ അനന്തര സ്വത്ത് വീതിക്കുമ്പോൾ അള്ളാഹു പറഞ്ഞു, പെണ്ണിനുണ്ടല്ലോ, ആണിന് രണ്ട് പെണ്ണിന് കിട്ടുന്നത് ഒരാണ്ട് കൊടുത്തോളണം. പവറുള്ളവനാണ്. പെണ്ണിന്റെ മുമ്പിൽ എത്തുമ്പോൾ ഇങ്ങനാകും, പാടില്ല. ഒരു കാര്യം പറഞ്ഞോട്ടെ, മാമിൻ ഇംറഅത്തിൻ, ഒരു പെണ്ണും ജനിക്കുന്നില്ല, ഇല്ലാ കുതിബ അലൈഹാ ഇസ്മു നാകിഹിഹാ, അവളെ കല്യാണം കഴിക്കേണ്ടത് ആരാണ് എന്ന് എഴുതിയിട്ടല്ല. എന്ന് വെച്ചാൽ റബ്ബ് തീരുമാനിച്ചിട്ടുണ്ട് ഇവന്റെ പങ്കാളി ആരാണ്.